നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിൽ കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. പെരുമ്പിലാവ് പാതാക്കര സ്വദേശി 58 വയസ്സുള്ള കമ്പിയിൽ മുരളിയാണ് മരിച്ചത്. 19-ാം തീയതി ഞായറാഴ്ച രാത്രി 8ഓടെ കൊരട്ടിക്കര പ്രിയദർശിനി ബസ് സ്റ്റോപ്പിന് സമീപമാണ് അപകടം നടന്നത്. പെരുമ്പിലാവ് ഭാഗത്തു നിന്ന് വന്നിരുന്ന കാറാണ് മുരളിയെ ഇടിച്ചത്. പരിക്കേറ്റ മുരളിയെ ആദ്യം പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് മരണം സംഭവിച്ചത്. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 3 മണിക്ക് ചെറുതുരുത്തിയിൽ നടക്കും. സരസ്വതി ഭാര്യയും ആതിര, അഞ്ജു, അഖിൽ എന്നിവർ മക്കളുമാണ്. ചാവക്കാട് മണത്തലയിൽ ദേശീയപാത മേൽപ്പാലത്തിന്റെ പാർശ്വഭിത്തി നിർമ്മാണത്തിനിടെ കോൺക്രീറ്റ് ബ്ലോക്ക് താഴേക്ക് പതിച്ചു. വൻ അപകടം ഒഴിവായി. ചൊവ്വാഴ്ച രാത്രി 9:30 സംഭവം. കിഴക്കേ സർവീസ് റോഡിൽ മണത്തല സ്കൂളിന് സമീപത്താണ് റോഡിലേക്ക് കോൺക്രീറ്റ് ബ്ലോക്ക് വീണത്. ഈ സമയം വാഹനങ്ങൾ കടന്നുപോകുന്നുണ്ടായിരുന്നു. തലനാരിഴയ്ക്കാണ് ആളുകൾ രക്ഷപ്പെട്ടത്. 20 അടി ഉയരത്തിൽ നിന്നാണ് കോൺക്രീറ്റ് ബ്ലോക്ക് താഴേക്ക് പതിച്ചത്. തുടർന്ന് ഗതാഗത തടസ്സമുണ്ടായി. ചാവക്കാട് പോലീസ് സംഭവസ്ഥലത്തെത്തുകയും ദേശീയപാത തൊഴിലാളികൾ ഉടനെ തന്നെ കോൺക്രീറ്റ് ബ്ലോക്ക് മാറ്റുകയും ചെയ്തു. തൊഴിലാളികളുടെ അശ്രദ്ധയാണ് അപകടമുണ്ടാക്കിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു. വിദ്യാഭ്യാസ നയത്തെ കാവ്യവൽക്കരിക്കുന്ന BJP സർക്കാരിന് മുന്നിൽ മുട്ടുമടക്കിയ പിണറായിയുടെ നിലപാടിനെതിരെ എന്ന മുദ്രാവാക്യത്തിൽ കാട്ടകമ്പൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ജ്വാല നടത്തി. ചിറക്കൽ സെന്ററിൽ മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ K. ജയശങ്കർ പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ മുഖ്യാതിഥിയായി. KSU ജില്ലാ സെക്രട്ടറി റാഷിദ് പെരുന്തുരുത്തി മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ കോൺഗ്രസ് ഭാരവാഹികളായ NK അബ്ദുൾ മജീദ്, NM റഫീഖ്, സോണി സക്കറിയ, ബിജു ജോബ്, VK മുഹമ്മദ്, ശ്രാവൺ സിദ്ധാർത്ഥ്, ജനാർദ്ദനൻ അദിയാരത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. മറ്റു നേതാക്കളും പ്രവർത്തകരും പ്രകടനത്തിന് നേതൃത്വം നൽകി. നമ്മുടെ കുട്ടികളുടെ ഭാവിയെ കരുതി ഏത് കുട്ടികളുടെ ഭാവി പിണറായി വിജയൻ പറയുന്നത് കുട്ടികളുടെ ഭാവിയെ കരുതി തന്നെയാ ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത്. അത് ഏതാ കുട്ടികൾ എന്നറിയോ? വീണ വിജയൻ എന്ന് പറയുന്ന കുട്ടി, മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന കുട്ടി, വിവേക് കിരൺ എന്ന് പറയുന്ന കുട്ടി. ഈ കുട്ടികളുടെ ഭാവിയെ കുറിച്ച് മാത്രമാ പിണറായി വിജയന് ആശങ്കയുള്ളൂ. ഈ സംസ്ഥാനത്ത് കാവ്യവൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചരിത്രം പഠിക്കണ്ട, മതേതരത്വം പഠിക്കണ്ട, വികേന്ദ്രീകരണം പഠിക്കണ്ട. അത് പഠിപ്പിക്കാൻ ഈ രാജ്യത്ത് വെമ്പൽ പൂണ്ട് നടക്കുന്ന BJPയുടെ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഈ പിണറായി വിജയന്റെ ഇരട്ടത്താപ്പിനെതിരെയുള്ള പോരാട്ടമാണ് കോൺഗ്രസ് സംസ്ഥാനത്തെങ്ങും നടത്തുന്നത്. രാജ്യത്ത് BJPയുടെ ഗവൺമെന്റിനെതിരെ പോരാടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നെഞ്ചും വിരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പോരാടുന്നത്. ആ രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം ഈ രാജ്യത്തിലെ മതേതര വിശ്വാസികളുടെ പ്രതീക്ഷയാണ്. വനിതാ ശാക്തീകരണവും സംരംഭകത്വ വികസനവും ലക്ഷ്യമാക്കിക്കൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വനിതാ വ്യവസായ കേന്ദ്രം തുറന്നു. MLA AC മൊയ്തീൻ വ്യവസായ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2019 കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. തുടർന്ന് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി യന്ത്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് പ്രവർത്തന സജ്ജമാക്കുകയായിരുന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി മുഖ്യാതിഥിയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ രേഖ സുനിൽ, ES രേഷ്മ, TR ശോഭി, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ NK ഹരിദാസൻ, ലളിത ഗോപി, ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AS സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ ദിവസവും ഫുള്ളാണ്. എല്ലാ ഹോട്ടലിലും കച്ചവടം, ഓട്ടോറിക്ഷക്കാർ ഹോട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ ആദ്യം ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റൊരു ഓഡിറ്റോറിയം മുനിസിപ്പാലിറ്റിയിലേക്കും ഈ പ്രദേശത്തിന്റെ ഡെവലപ്മെന്റിലേക്ക് പ്രയോജനപ്പെടുന്ന ആശയം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ നോക്കിയിരിക്കരുത്. പൈസ മുടക്കാൻ തയ്യാറുള്ളവരെ പ്രയോജനപ്പെടുത്തി നമുക്കിത് ചെയ്യാൻ കഴിയുന്ന മാതൃകയ്ക്ക് വേണ്ടിയാണ്, അതിൻ്റെ തുടക്കത്തിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ എല്ലാവരും വ്യവസായികളാവണമെന്നല്ല, പക്ഷെ നമ്മുടെ കയ്യിലുള്ള, നമ്മുടെ വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്ന, നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സംരംഭങ്ങളിലേക്ക് പോകാൻ ഇത് പ്രചോദനമായി തീരും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇതിന് നേതൃത്വം നൽകിയ ആൻസി വില്യംസിനെയും ഈ 5 വർഷക്കാലം എന്ന് പറഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത്. ചേറ്റുവ പഴയ ടോൾ ബൂത്തിനടുത്ത് അജ്ഞാത പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് അഴുകിയ നിലയിലുള്ള മൃതദേഹം കണ്ടത്. വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി.
ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിന് ഇനി 5 നാൾ മാത്രം. എടക്കഴിയൂർ സീതി സാഹിബ് സ്കൂളിൽ നവംബർ 4-ന് കലോത്സവത്തിന് തുടക്കമാകും. കലോത്സവത്തിന്റെ ലോഗോ NK അക്ബർ MLA പ്രകാശനം ചെയ്തു. എടക്കഴിയൂർ സീതി സാഹിബ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനറും സ്കൂൾ പ്രിൻസിപ്പാളുമായ V സജിത്ത്, ചാവക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ VB സിന്ധു, സ്കൂൾ മാനേജർ RP ബഷീർ, വിവിധ ഡിപ്പാർട്ട്മെന്റ് കൺവീനർമാർ, അംഗങ്ങൾ, PT അംഗങ്ങൾ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ ശിവഗംഗന്റെ ലോഗോയാണ് തെരഞ്ഞെടുത്തത്. ഇന്ത്യൻ അക്കാദമി ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് MBA വിഭാഗത്തിന് കീഴിലുള്ള തണൽ ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓൾ കേരള ഹങ്കർ ഫ്രീ ഹോസ്പിറ്റൽസ് ക്യാമ്പയിന്റെ 2ാം ഘട്ടം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടന്നു. മമിയൂർ LF കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും കോതമംഗലം മരിയൻ അക്കാദമിയും സംയുക്തമായാണ് ചാവക്കാട് പദ്ധതി നടപ്പിലാക്കിയത്. കഴിഞ്ഞ 4 വർഷമായി തണൽ ക്ലബിന്റെ നേതൃത്വത്തിൽ കോതമംഗലം സർക്കാർ ആശുപത്രിയിൽ തിങ്കളാഴ്ചകളിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന മൺഡേ മീൽ പ്രോഗ്രാം എന്ന പദ്ധതി കേരളത്തിൽ ഉടനീളം വ്യാപിപ്പിക്കുക, അതിലൂടെ കേരളത്തിലെ 14 ജില്ലകളിലെയും സർക്കാർ ആശുപത്രികൾ വിശപ്പ് രഹിതമാക്കുക എന്നതാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം. പദ്ധതിയുടെ 2ാം ഘട്ടത്തിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ ജില്ലയിലും തെരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം നൽകി. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ സൂപ്രണ്ട് ഷാജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നഴ്സിംഗ് സൂപ്രണ്ട് ഷൈല, LF ഗേൾസ് സ്കൂൾ NSS കോർഡിനേറ്റർ ഫിജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ശബരിമല സീസണിൽ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ ട്രാഫിക് ഡ്യൂട്ടിക്കായി 30 പുരുഷ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെയും 20 വനിതാ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെയും നിയമിക്കുന്നു. 25-നും 55-നും ഇടയിൽ പ്രായമുള്ള ശാരീരിക ക്ഷമതയുള്ളവർക്ക് അപേക്ഷിക്കാം. വിമുക്ത ഭടന്മാർ, പരിസരവാസികൾ എന്നിവർക്ക് മുൻഗണന. അപേക്ഷാ ഫോം ഈ മാസം 31 മുതൽ ടെമ്പിൾ സ്റ്റേഷനിൽ നിന്ന് ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷ നവംബർ 3-ന് വൈകിട്ട് 5-ന് മുമ്പായി ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ സമർപ്പിക്കേണ്ടതാണെന്ന് SHO അറിയിച്ചു. കടപ്പുറം തൊട്ടാപ്പ് സ്വദേശിയെ കാണാനില്ലെന്ന പരാതി. 31 വയസ്സുള്ള വലിയകത്ത് മുഹമ്മദ് റാഫിയെയാണ് ചൊവ്വാഴ്ച രാത്രി 10 മണി മുതൽ വീട്ടിൽ നിന്നും കാണാതായത്. മഞ്ഞ ടീഷർട്ടും കാവിമുണ്ടുമാണ് കാണാതാകുമ്പോഴുള്ള വേഷം. ബന്ധുക്കൾ ചാവക്കാട് പോലീസിൽ പരാതി നൽകി. വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ 994734 2386 7356 84 2165 എന്നീ നമ്പറുകളിലോ അറിയിക്കേണ്ടതാണ്. പൊന്നിയൂർകുളം ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്ക് തൃശൂർ ജില്ലാ പഞ്ചായത്തിൽ നിന്നും നൽകിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് EK നിഷാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ മൂസ ആലത്തയിൽ, ബിന്ദു ടീച്ചർ, പ്രേമ സിദ്ധാർത്ഥൻ, ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജയകുമാർ നന്ദി. വാർത്തകൾ തുടരുന്നു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിൽ തുടർച്ചയായി 2ാം തവണയും ഓവറോൾ ട്രോഫി കരസ്ഥമാക്കി OYC മണലി. പാറന്നൂർ ചിറയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ANC വില്യംസിൽ നിന്ന് ക്ലബ് അംഗങ്ങൾ ട്രോഫി ഏറ്റുവാങ്ങി. തുടർന്ന് മണലി സെന്ററിൽ ക്ലബ് അംഗങ്ങളുടെ ആഹ്ലാദ പ്രകടനവും കരിമരുന്നു പ്രയോഗവും നടന്നു. കലാകായിക മത്സരങ്ങളിൽ കൂടുതൽ പോയിന്റ് നേടിയ സക്കറിയ, ഷിനാഫുദ്ദീൻ, ഹർഷാദ്, അഖിൽ, ഹെൻറി എന്നിവരുടെ പ്രകടനമാണ് ഈ വർഷവും കിരീടം നിലനിർത്താൻ OYC മണലിക്ക് സഹായകമായത്. ആത്മാ പദ്ധതിയുടെ ഭാഗമായി പെരുമ്പിലാവിലെ ഫാൽക്കൺ ഫാമിൽ വയനാട് കോട്ടത്തറ പഞ്ചായത്തിലെ കൃഷി ഉദ്യോഗസ്ഥൻ എക്സ്പോഷർ വിസിറ്റ് നടത്തി. ചൊവ്വാഴ്ച വൈകിട്ട് 4-ന് കോട്ടത്തറ കൃഷി ഓഫീസർ ബിബിൻ പൗലോസിന്റെ നേതൃത്വത്തിൽ കൃഷി അസിസ്റ്റന്റുമാരായ ബബിത, ആത്മാ ഉദ്യോഗസ്ഥരായ രേഖ, സജന എന്നിവരും കർഷകരുമടങ്ങുന്ന സംഘമാണ് ഫാൽക്കൺ ഫാമിൽ എത്തിയത്. ഫാം ഉടമ MM മൊയ്തുണിയും ഫാം മാനേജർ റസാക്കും ചേർന്ന് സ്വീകരിച്ചു. അത്യാധുനിക രീതിയിൽ പ്രവർത്തിക്കുന്ന ഫാമിലുള്ള ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പശുക്കളെയും അവയുടെ പരിപാലനത്തെയും കുറിച്ച് ഫാം മാനേജർ റസാക്കും കടവലൂർ കൃഷിഭവൻ അസിസ്റ്റന്റ് ഓഫീസർമാരായ റോണി ചീരൻ, KP രാധിക എന്നിവരും വിശദീകരിച്ചു. പശുക്കൾക്ക് പുറമെ കോഴി, ആട്, താറാവ്, വിവിധതരം പക്ഷികൾ എന്നിവയെല്ലാം ഫാമിൽ വളർത്തുന്നുണ്ട്. ഇതിനു പുറമെ 12 ഏക്കറോളം വരുന്ന കൃഷിയിടത്തിൽ വിവിധതരം ഫലവൃക്ഷങ്ങളും ജാതി, കുരുമുളക്, ഗ്രാമ്പൂ തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളും സസ്യലതാദികളും മൊയ്തുണ്ണിയുടെ സമ്മിശ്ര കൃഷിയിടത്തിൽ കണ്ടത് സന്ദർശകർക്ക് കൗതുകമായി. മത്സ്യകൃഷി, തീറ്റപ്പുല്ല്, ജൈവവള ഉൽപാദനം തുടങ്ങിയ പ്രവർത്തനങ്ങളും രീതികളും നേരിൽ കണ്ടു മനസ്സിലാക്കിയാണ് സംഘം മടങ്ങിയത്. വെൽഫെയർ പാർട്ടി കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർധന വിധവകൾക്കായുള്ള സൗജന്യ ആട് കൈമാറ്റ പദ്ധതി പ്രകാരം ആടിനെ കൈമാറി.
പെരുമ്പിലാവ് പൂയംകുളത്തുള്ള കുടുംബത്തിനാണ് പദ്ധതിയിലെ 49ാമത്തെ ആടിനെ കൈമാറിയത്. ഓരോ വീട്ടമ്മയ്ക്കും വിതരണം ചെയ്ത ആടുകൾ പ്രസവിച്ച് അതിലുണ്ടാകുന്ന ഒരു ആട്ടിൻകുട്ടിയെ മറ്റൊരു നിർധന വിധവയായ വീട്ടമ്മയ്ക്ക് കൈമാറുന്ന രീതിയാണ് പദ്ധതിയുടേത്. ഈ രീതിയിൽ 5 വർഷത്തിനിടെ 49 ആടുകളെ കൈമാറ്റം ചെയ്തിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തകനും വെൽഫെയർ പാർട്ടി പെരുമ്പിലാവ് യൂണിറ്റ് പ്രസിഡന്റുമായ MN സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. MA കമറുദ്ദീൻ, ഷബീർ അഹ്സൻ, നിഷാദ് ആൽത്തറ എന്നിവർ സംസാരിച്ചു. PK രാജു, മുജീബ് പട്ടേൽ, PK രഘു എന്നിവർ പങ്കെടുത്തു. മധുര വിതരണവും നടത്തി. നിയുക്ത ശബരിമല മേൽശാന്തിയായി തെരഞ്ഞെടുത്ത ഏറന്നൂർ പ്രസാദ് നമ്പൂതിരിക്ക് മരത്തംകോട് പുതിയ മാത്തൂർ ചിറക്കൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ സ്വീകരണം നൽകുന്നു. ഒക്ടോബർ 31 വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് ക്ഷേത്രത്തിൽ എത്തുന്ന തിരുമേനിയെ പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കും. തുടർന്ന് പൊന്നാട അണിയിച്ച് അനുമോദിക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് പെരുമ്പിള്ളി മനക്കൽ ജയരാജ് നമ്പൂതിരി, സെക്രട്ടറി കോനേത്ത് മുരളി, ക്ഷേത്രം രക്ഷാധികാരി OK മനക്കൽ ശങ്കരനാരായണൻ നമ്പൂതിരി എന്നിവർ അറിയിച്ചു. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരിച്ചുവന്ന പ്രവാസികളോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ എന്ന തലക്കെട്ടിൽ പ്രതിഷേധ സമര സംഗമം നടത്തി. ചൂണ്ടൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടി പ്രവാസി കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ബിജു അമ്പഴക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് മുത്തുണ്ണി ഹാജിയുടെ അധ്യക്ഷതയിൽ ജില്ലാ സെക്രട്ടറി ജബീർ നാലകത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ഇൻകാസ് മണലൂർ നിയോജക മണ്ഡലം കോർഡിനേറ്റർ ഇബ്രാഹിം പാറപ്പുറം, പ്രവാസി കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ KM സലാഹുദ്ദീൻ, NB ജമാൽ, ബ്ലോക്ക് പ്രസിഡന്റ് ഖാദർമോൻ, CS അലി തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തയിലേക്ക്. ചാലിശ്ശേരി റോയൽ ഡെന്റൽ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ദന്തപരിശോധനാ ക്യാമ്പ് നടത്തി. ചാലിശ്ശേരി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ M മഹേന്ദ്രസിംഹൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. റോയൽ ഡെന്റൽ കോളേജ് ചെയർമാൻ കല്ലായിൽ സെയ്ദു ഹാജി അധ്യക്ഷത വഹിച്ചു. കോളേജ് സെക്രട്ടറി PS സാബിർ, സബ് ഇൻസ്പെക്ടർ S ശ്രീലാൽ, പൊതുജന ദന്താരോഗ്യ വിഭാഗം മേധാവി ഡോക്ടർ അൻസിൽ, ഡോക്ടർ അംജദ്, സബ് ഇൻസ്പെക്ടർമാരായ T അരവിന്ദാക്ഷൻ, M ജ്യോതി പ്രകാശ്, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി, 10ഓളം ഹൗസ് സർജൻസി ഡോക്ടർമാർ എന്നിവർ പങ്കെടുത്തു. പുത്തൻകടപ്പുറം GF UP സ്കൂളിൽ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ലോക പുകയില വിരുദ്ധ ദിനം സംഘടിപ്പിച്ചു. പോസ്റ്റർ നിർമ്മാണ പരിശീലനം, റാലി, പ്രസംഗ മത്സരം എന്നിവ നടത്തി. കോർഡിനേറ്റർ CJ ജിൻസി, SK പ്രിയ, MK സലീം, MR ഐശ്വര്യ, ഷീജ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഭഗിനി നിവേദിത ജയന്തിയുടെ ഭാഗമായി പുന്നൂർകുളം താലൂക്കിലെ വിവിധ ഗോകുലങ്ങളിൽ അനുസ്മരണം നടത്തി. ചെറായി ശ്രീനാരായണ, കടിക്കാട് സുദർശന, കുന്നത്തൂർ സരസ്വതി, അയോധ്യ ശ്രീരാമ, വൈലത്തൂർ വൃന്ദാവനം, പെങ്ങാമുക്ക് മാധവം, പെരുന്തുരുത്തി അഗസ്ത്യ, പഴഞ്ഞി വസുദേവപുരം, കരിയമ്പ്ര ശ്രീഭദ്ര, ഐനൂർ അമ്പാടി തുടങ്ങിയ ഗോകുലങ്ങളിൽ അനുസ്മരണവും പെങ്ങാമുക്ക് ഗോകുലത്തിൽ സേവന പ്രവർത്തനവും നടത്തി. കാട്ടകമ്പാൽ പഞ്ചായത്ത് അംഗം പ്രദീപ് പെങ്ങാമുക്ക് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഉപാധ്യക്ഷൻ MS രാജൻ, താലൂക്ക് അധ്യക്ഷൻ T അശോകൻ, ഉപാധ്യക്ഷൻ അനിൽ അരുവായി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,145 രൂപ, പവന് 89,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 155 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.